അടുത്തതായി നാം ഏവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ 23-ാം പൗത്രൻ ഷെയ്ഖുന കൻസുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹ്യിദ്ദീൻ ജീലാനി നൂരിഷാ സാനി തവ്വറല്ലാഹു ഉംറഹു ഹൈദരാബാദ് മഹാനവറുകളുടെ സനദ് ദാന പ്രഭാഷണമാണ്. അതിൻ്റെ പരിഭാഷ ഖലീഫ TP മുനീറുദ്ദീൻ നൂരി കാമിൽ നിസാമി ഹൈദരാബാദ് മഹാനവറുകൾ നിർവഹിക്കുന്നു. സനദ് ദാന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഷെയ്ഖുനാ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأزواجه وذرياته أجمعين. وبعده قال الله تعالى في شأن حبيبه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. मोहतरम व मुकर्रम मशाइख़ निज़ाम व सादात इकराम व उलमाए इज़ाम व खुलफ़ाए सिलसिला और मेरे अज़ीज़ बुज़ुर्गों और दोस्तों, अल्लाह तबारक व तआला का हम पर बड़ा करम, फ़ज़ल और उसका एहसान है कि उसने हम गुनहगार, बदकार, सियाहकार बंदों को अल्लाह अपने हबीब दो आलम के आखा इमामुल अंबिया अहमद मुज्तबा मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम की उम्मत बाबरकत में पैदा किया और इस उम्मत में अल्लाह ने हमें पैदा होने का शर्फ़ अज़ीम अता फ़रमाया। अल्हम्दुलिल्लाह। वन्यरुम आदरणीयरुമായ മശായിഖന്മാർ, സാദാത്യങ്ങൾ, മഹാന്മാർ, ഉലമാ നേതാക്കൾ, ഖുലഫാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, മഹത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായികളാണെന്ന ശ്രേഷ്ഠതയും അഭിമാനബോധവും നൽകി അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. मज़ीद करम किया परवरदिगार ने हम आसी पर मासी गुनहगार बंदों पर। उसने हमको अपने हबीब की उम्मत के साथ ही साथ अल्लाह ने हमें अपने महबूबीन अल्लाह वालों की निस्बतें अता फ़रमाई और उनसे अक़ीदत और मोहब्बत रखते हुए उनसे वाबस्ता होकर ज़िंदगी के मज़े लेने की अल्लाह ताला हम और आपको एक मौका और तौफ़ीक़ अता फ़रमाए। സാധുക്കളായ നമ്മുടെ മേൽ അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളായി അള്ളാഹു തആല നമ്മെ കൊണ്ടുവന്നതിനോടൊപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹബൂബീങ്ങളായ മഹാന്മാർ, അവരോടുള്ള ബന്ധം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു.
അവരോടുള്ള സ്നേഹത്തിലും അവരുടെ മഹത്വത്തെ മനസ്സിലാക്കിയും കൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആനന്ദങ്ങളിലൂടെ മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് മഹത്തായ തൗഫീഖും അനുഗ്രഹവും ചെയ്തു. അൽഹംദുലില്ലാ. और आज अल्लाह ताला अपनी हौल क़ुव्वत से सदक़े में मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के अल्लाह ने हमें अपने हबीब के महीने शाबान के महीने में अपने एक वली ख़ास हमारे और आपके शेख की याद में अल्लाह ताला इस महफ़िल में हमें जमा फ़रमाया है। और इस याद के महफ़िल में अल्लाह ताला अपने महबूब के महीने में अपने महबूबीन के ज़िक्र में अल्लाह ताला कुछ अपने बंदों को इल्म की सनद भी अता कर रहा है। अल्लाह ताला इस महफ़िल को कबूल फ़रमाए। ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്തുകൊണ്ട് അവിടുത്തെ മാസമെന്ന് വിശേഷിപ്പിച്ച ഈ ശഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വലിയും നമ്മുടെയൊക്കെ ഷെയ്ഖുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മഹാനവർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഓർമ്മയിലായുള്ള ഈ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം കൊണ്ട് പവിത്രമായ ശഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഓർമ്മയിലായി ഒരുമിച്ച് കൂടിയ നമുക്കിടയിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് ഇൽമിൻ്റെ സനദ് കൂടി നൽകപ്പെടുന്ന മഹത്തായ ഒരു സദസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. बुज़ुर्गों, अल्लाह का हम पर बड़ा करम है। अल्लाह ताला हमको अहले सुन्नत वल जमात का अक़ीदा अपने हबीब के सदक़े में अता फ़रमाया है। हमारा और आपका ये अक़ीदा है, जब तक औलिया इस दुनिया में रहते हैं वो अपने फैज़ से अल्लाह के बंदों को मालामाल करते हैं, और जब वो इस दुनिया से रुखसत होते हैं, अल्लाह की बारगाह में हाज़िर होते हैं, तब भी वो अपने फैज़ को बंद नहीं करते, बल्कि और अल्लाह ताला उनके फैज़ से जितना उनकी ज़िंदगी में मालामाल करता था उससे कहीं ज़्यादा अल्लाह ताला उनके फैज़ को उनके विसाल के बाद आम करता है। आज अल्हम्दुलिल्लाह उनके फैज़ का एक नमूना ये जामिया और ये सनद अल्लाह ताला हमको देखने की, इससे इस्तिफ़ादा उठाने की तौफ़ीक़ अता फ़रमाया है। अल्लाह से हम सबों की दुआ है ये जामिया को ता क़यामत क़यामत आबाद रख, और यहाँ से जितने भी तलबा को सनद मिल रही है अल्लाह ताला इनका शरह सदर फ़रमाएँ, आलिम बा अमल बनाएँ, दीन और दुनिया में किसी का मोहताज न रखे, तेरे दीन को अख्ताए आलम में फैलाने की इन्हें तौफ़ीक़ अता फ़रमाएँ। ബഹുമാനികളെ, അള്ളാഹു നമ്മുടെ മേൽ ചെയ്ത വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആ മഹത്തായ പാന്താവുമായി അള്ളാഹു തആല നമ്മെ ബന്ധപ്പെടുത്തി. നമ്മളൊക്കെ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ ഫൈളും അവരുടെ അനുഗ്രഹങ്ങളും ലോകത്ത് പരത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവർ അവരുടെ ഭൗതികമായ ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ പിരിഞ്ഞത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായതിനു ശേഷവും ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ അവരുടെ ഫൈള്, അവരിലൂടെ നടക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയില്ല. മറിച്ച് ജീവിതകാലത്ത് എത്രമാത്രം അള്ളാഹുവിൻ്റെ അടിമകൾ അവരുടെ ഫൈള് കൊണ്ടും അവർ അനുഗ്രഹം കൊണ്ടും അനുഗ്രഹീതരായിരുന്നോ അതിനേക്കാളൊക്കെ എത്രയോ വിശാലമായിക്കൊണ്ട് അവർ അള്ളാഹുവിൽ വാസിലായതിനു ശേഷവും അവരുടെ ഫൈള് ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് നാം ഒക്കെ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ സ്ഥാപിതമായ അവരുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായ ഈ മഹത്തായ സ്ഥാപനത്തിലൂടെ അള്ളാഹു തആല അവരുടെ ഫൈളിനെ നമുക്ക് കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹത്തായ സമ്മേളനവും അതുപോലെ തന്നെ ഈ ജാമിയയും ഇവിടെ നൽകപ്പെടുന്ന സനദുമൊക്കെ അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ ജാമിയയെ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് അള്ളാഹു തആല ഉയർത്തട്ടെ. ഇവിടെ നിന്ന് സനദ് വാങ്ങി പോകുന്ന ഉന്നതന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാർ, അവരുടെ നെഞ്ഞുകളെ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അമൽ ചെയ്യുന്ന ആലിമീങ്ങളാക്കി അള്ളാഹു തആല വരെ മാറ്റട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മറ്റൊരാളുടെയും മുമ്പിൽ യാചിക്കുന്നവരായി, ആശ്രയിക്കുന്നവരായി അള്ളാഹു തആല അവരെ മാറ്റാതിരിക്കട്ടെ. ദീനിൻ്റെ പ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിനെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രചരിപ്പിക്കാനുള്ള മഹത്തായ സൗഭാഗ്യം അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ.
बुज़ुर्गों और दोस्तों, अल्लाह तबारक व तआला हमको जो उम्मत में पैदा किया है, ये कोई और नबी की उम्मत नहीं बल्कि अल्लाह ताला हम गुलामों को मुहम्मदुर रसूलुल्लाह की उम्मत में पैदा किया है। ये अल्लाह ताला अपने हबीब की उम्मत पर ऐसे ऐसे इनामात अता किए हैं जो हम जिसको बयान भी नहीं कर सकते। अल्लाह तबारक व तआला उन इनामात में से यूँ इस तरह अंदाज में बयान फरमा रहा है, वाज़बग़ अलैकुम निअमहु ज़ाहिरतन व बातिना, हमने तुम पर नेमतें ज़ाहिरी व बातिनी दोनों नेमतों को मुकम्मल फरमाया है। अल्लाह का करम है, अल्लाह ताला हम गुनहगार बंदों को अल्लाह ताला अपने महबूबीन औलिया अल्लाह से जोड़कर अल्लाह ताला हमको नेमत ज़ाहिरी का भी रखने वाला बनाया और नेमत बातिनी को लेकर चलने वाला भी अल्लाह हम सबों को बनाया है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏതൊരു സമുദായത്തിലാണോ കൊണ്ടുവന്നതെങ്കിൽ അള്ളാഹു അവൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളായിട്ടാണ് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തത്. അള്ളാഹു താല അവരുടെ ധർമ്മമായി സദഖയിൽ നമുക്ക് നൽകിയതായ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് എണ്ണി കണക്കാക്കാനോ വർണ്ണിക്കാനോ നമുക്ക് സാധ്യമാവുകയില്ല. അത്രയും വിശാലമായ നിഅമത്തുകൾ നൽകി അള്ളാഹു താല അവൻ്റെ ഹബീബിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറഞ്ഞു, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വ ബാത്തിന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ബാഹ്യമായ അനുഗ്രഹങ്ങളെയും ആന്തരികമായ അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരിക്കുന്നു. അള്ളാഹു തആല ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു തആല ബാഹ്യമായ ലാഹിരിയായ നിഅമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് മതിയാക്കാതെ അള്ളാഹു തആല ആന്തരികമായ ബാത്തിനിയായ നിഅമത്ത് നൽകിക്കൊണ്ടും സാധുക്കളായ നമ്മെ അള്ളാഹു തആല റസൂലുള്ളാഹിന്റെ ധർമ്മത്തിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. अल्लाह ताला हमको ऐसे सिलसिले से वाबस्ता किया है, ऐसे शियूख से वाबस्ता किया है, न वो कभी नेमत ज़ाहिरी को तर्क किए हैं न वो नेमत बातिनी को तर्क किए हैं। दोनों नेमतों को बैक वक्त लेके चलने वाले शियूख से अल्लाह ताला हमें वाबस्ता किया है। बुजुर्गों, सिर्फ हमारे शियूख ही नहीं बल्कि जितने हमारे असलाफ को हमारे शियूख में अगर हम देखते जाएंगे, बुजुर्गों नूरुल मशाइख, बुजुर्गों वहाँ से बंदा नवाज सरकार, वहाँ से गरीबन नवाज, वहाँ से गौसुल आज़म, वहाँ से जितने भी औलिया ताबईन तबुत ताबईन सहाबा हत्ता के मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की अगर हम नज़र डालेंगे हमको पता चलेगा वो नेमत ज़ाहिरी के साथ साथ नेमत बातिनी को अल्लाह के बंदों को अता किए हैं। अल्लाह ताला ऐसी नेमतों के रखने वाले अल्लाह हम गुनहगारों को बनाया है। देखो अल्लाह ताला हमको कैसे सिलसिले से वाबस्ता किया है। हमारे और आपके आका हज़रत नूरुल मशाइख क़द्दसल्लाहु सिर्रुल अज़ीज़, आपका क्या मामला है? जब आपने तबलीग के मैदान में कदम रखा, हैदराबाद में सबसे पहले खानखाह को तामीर नहीं किया बल्कि इल्म ज़ाहिर के इदारे की तामीर फरमाया, उसके बाद खानखाह की तामीर फरमाई। बुजुर्गों, जब केरला की सरजमीन पर जब आपने कदम रखा, यहाँ पर भी आपने खानखाह की तामीर नहीं बल्कि सबसे पहले जामिया इल्म ज़ाहिर की तालीम के लिए दर्स को अल्हम्दुलिल्लाह यहाँ पर इमारत को खड़ा किया। बुजुर्गों, आप ही के नक्श कदम पर चलते हुए हमारे और आपके शेख कुतुबुल मशाइख रहमतुल्लाह अलैह भी, अगर आपकी ज़िंदगी को अगर हम देखेंगे, आप भी सबसे पहले जामिया इल्म ज़ाहिर को तरजीह दी, उसके बाद इल्म बातिन को आप मरकज़ को कायम फरमाया। सिर्फ आप वहीं पर नहीं बल्कि आपके हुक्म से अल्हम्दुलिल्लाह सारे हिंदुस्तान में नहीं बल्कि अख्ताए आलम में अल्हम्दुलिल्लाह इल्म ज़ाहिर के मदारिस आज कायम है, मदारिस आज कायम है। बुजुर्गों, मेरे शेख ने भी इसी तरह अपने शेख के नक्श कदम पर चला। सिर्फ इतना ही नहीं बल्कि आपके हुक्म से अल्लाह ताला कई अल्लाह के बंदों को इल्म ज़ाहिर का मरकज़ खोलने की भी अल्लाह ने तौफीक अता फरमाया। बुजुर्गों, मेरे शेख, मेरे वालिद, आपके हुक्म के मुताबिक मदरास में भी जामिया शुरू हुआ, आपके हुक्म के मुताबिक केरला में भी कई जामियात, उसमें से जामिया अनवारिया अल्हम्दुलिल्लाह अल्लाह ताला इसको भी अमल में लाया। इंशाअल्लाह ये हमारे शेख के निकले हुए अल्फाज से जामियात शुरू हुए हैं। इंशाअल्लाह हमें उम्मीद है कि अल्लाह ताला अपने वली की ज़बान को कभी रद्द नहीं करेगा, उनकी ज़बान की लाज रखते हुए अल्लाह ताला क़ियामत तक इसे आबाद रखेगा। ബഹുമാനികളെ,
അള്ളാഹു താല നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് അള്ളാഹു താല നമുക്ക് നൽകിയതായ നമ്മുടെ മശായിഖന്മാർ. ആ മശായിഖന്മാരുടെ പരമ്പര തുടക്കം മുതൽ അതിൻ്റെ പൂർത്തീകരണം വരെ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെ ഏതൊരു സ്ഥാനത്ത് ലാഹിരിയായ നിഅമത്തിന് ശരീഅത്തിന് പ്രാധാന്യം കൽപ്പിച്ചോ അതോടൊപ്പം തരീഖത്തിനും ബാത്തിനിയായ ഇൽമിനും പ്രാധാന്യം കൽപ്പിച്ച മഹാന്മാരാണ്. അവർ തരീഖത്തിനെ പ്രകടിപ്പിച്ചപ്പോൾ ശരീഅത്തിനെ അവർ ഒഴിവാക്കിയിട്ടില്ല, ശരീഅത്തിനെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ തരീഖത്തിനെ അവർ മാറ്റി നിർത്തിയിട്ടില്ല. രണ്ടിനെയും ഒരേപോലെ സമുന്നയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പഠനം അടിമകൾക്ക് നൽകിയതായ ഉന്നതരായ മശായിഖന്മാരുടെ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന മഹാനവറുകൾ മുതൽ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവർ മാത്രമല്ല, അവർ മുതൽ നമ്മൾ പരിശോധിച്ചാൽ ഏതെല്ലാം മശായിഖന്മാരുണ്ടോ, ബഹുമാനപ്പെട്ട ഹദരത്ത് ബന്ദാനവാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു, താബിഈങ്ങൾ, സ്വഹാബത്ത്, ഇങ്ങനെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്ന ഈ സിൽസിലയിൽ എവിടെ നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവര് ദീനിന്റെ ബാഹ്യമായ ലാഹിറിന്റെ കാര്യത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം ദീനിന്റെ ആന്തരീയത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിൽ പ്രവർത്തിച്ചു പോന്ന മശായിഖന്മാരുടെ പരമ്പരയുമായി ബന്ധപ്പെടാനുള്ള സൗഭാഗ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവര് ഹൈദരാബാദിൽ ആദ്യമായി തരീഖത്തിന്റെ തസവൂഫിന്റെ ഇൽമുകൾ പഠിപ്പിക്കുന്ന ഖാൻഖാഹല്ല സ്ഥാപിച്ചത്, മറിച്ച് അതിനേക്കാൾ മുമ്പ് ദീനിന്റെ ഭാഷ്യമായ അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജാമിയക്കാണ് ബഹുമാനപ്പെട്ടവര് തറക്കല്ലിട്ടത്. അതാണ് ബഹുമാനപ്പെട്ട ആദ്യമായി സ്ഥാപിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കേരളത്തിൽ വന്ന സമയത്ത് ഇവിടെയും തരീഖത്തിന്റെ മർക്കസുകളും കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിന് മുമ്പ് ദീനിന്റെ ബാഹ്യമായ ശരീഅത്തിന്റെ അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജാമിയ അതിനെ സ്ഥാപിക്കാനാണ് ബഹുമാനപ്പെട്ട ആദ്യമായി മുന്നോട്ട് വന്നത്. അങ്ങനെ ആ സ്ഥാപനം സ്ഥാപിച്ചതിന് ശേഷമാണ് പിന്നെ ഖാൻഖാഹുകളും അതുപോലെ ആത്മീയമായ തരീഖത്തിന്റെ പഠനങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവർ സ്ഥാപിക്കുകയുണ്ടായത്. എന്നതുപോലെ തന്നെ നമ്മുടെ നേതാവായ നമ്മുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരും അവരുടെ പിതാവിന്റെ അതേ പാന്താവ് സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നേറിയപ്പോൾ അവരും ഹൈദരാബാദിലെ ഖാൻഖാഹും അതിനാവശ്യമായ പഠനങ്ങളും നൽകുന്ന കേന്ദ്രത്തിനേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യമായി സ്ഥാപിച്ച ഒരു ജാമിയയാണ്, ഒരു അറബിക് കോളേജാണ്. വിദ്യാർത്ഥികൾക്ക് ദീനിന്റെ ശരീഅത്തിന്റെ അറിവുകൾ പഠിക്കാൻ മതിയായ സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പമാണ് തരീഖത്തിന്റെ പഠനങ്ങൾ നൽകാനുള്ള കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ടവരെ സ്ഥാപിക്കുകയും അതിന് മുന്നോട്ട് വരികയും ചെയ്തത്. അതുപോലെ തന്നെ അവർ ഹൈദരാബാദിൽ എന്നല്ല, അവരുടെ കൽപ്പന പ്രകാരം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിൽ എന്നല്ല വിദേശ രാജ്യങ്ങളിൽ വരെ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഈ സിൽസിലയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ശരീഅത്തിന്റെ മഹത്തായ ബാഹ്യമായ ലാഹിരിയായ നിഅമത്ത് കൊണ്ട് അനുഗ്രഹീതമാക്കുന്ന സ്ഥാപനങ്ങളും അതോടൊപ്പം ബാത്തിനിയായ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന ഉന്നതമായ പഠന കേന്ദ്രങ്ങളും ബഹുമാനപ്പെട്ട കൽപ്പനയാൽ ലോകത്തിന്റെ നാനാഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ശൈഖുനായുടെ കൽപ്പന പ്രകാരം ഉന്നതമായ ദീനി കലാലയങ്ങൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി, മദ്രാസിൽ സ്ഥാപിക്കപ്പെടുകയുണ്ടായി, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശൈഖുനായുടെ ആജ്ഞപ്രകാരം കൽപ്പന പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഉന്നതമായ ഒരു സ്ഥാപനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ സ്ഥാപനവും ബഹുമാനപ്പെട്ട ശൈഖുനായുടെ കൽപ്പന പ്രകാരം നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടതായ സ്ഥാപനമാണ്. ശൈഖുനായുടെ നിർദ്ദേശപ്രകാരം ശൈഖുനായുടെ ആ തിരുചുണ്ടിൽ നിന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ വന്നതായ ആ സ്ഥാപനമായതിന്റെ പേരിൽ തന്നെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വലിയന്റെ വാക്കിനെ അള്ളാഹു തആല ഒരിക്കലും നിഷ്ഫലമാക്കുകയില്ല. അള്ളാഹു തആല അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ ഏറ്റവും ഉന്നതമായ നിലക്ക് തന്നെ ഈ സ്ഥാപനത്തെ അള്ളാഹു തആല നിലനിർത്തുകയും അതിന്റെ ഫൈദ് വിശാലമാക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. हाज़रीन इकराम, इल्म ये एक सिफत है, ये इल्म अल्लाह की एक सिफत है. हकीकत में अगर देखा गया अल्लाह ही आलिम है, उसके सिवा कोई आलिम नहीं. हर कोई जाहिल है, अगर कोई आलिम है तो सिर्फ अल्लाह ही है, उसके सिवा कोई आलिम नहीं. वो आलिम की एक सिफत है, वो परवरदिगार की एक सिफत है इल्म. वो इल्म अल्लाह ताला जब अपने ज़ात से जब मंसूब किया, अल्लाह ताला जब उसको उस इल्म को अल्लाह ताला जब अपने बंदों में तक़सीम करना चाहा, तो
तो अल्लाह वाले हमें बयान फरमाते हैं, अल्लाह ताला अगर वो किसी को अता किया है वो इल्म के फैज़ान से, किसी और को नहीं बल्कि अपने हबीब मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम को अल्लाह ताला वो इल्म के वो फैज़ान से मालामाल फरमाया। अब जिस किसी को भी इल्म इस दुनिया में मिलेगा तो सदका मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम। लौह को भी अगर इल्म आता जो भी मिला है वो सदका है मोहम्मदुर रसूलुल्लाह का। बुजुर्गों, कलम में भी जो इल्म है वो सदका है मोहम्मदुर रसूलुल्लाह का। बुजुर्गों, अंबिया में भी जो इल्म है वो भी इल्म का सदका है मोहम्मदुर रसूलुल्लाह का। बुजुर्गों, जिस किसी को भी इल्म मिला है, हत्ता कि उलमा के पास भी अगर इल्म है तो वो सदका है मोहम्मदुर रसूलुल्लाह का। उसके सिवा और कुछ नहीं है, उसके सिवा और कुछ नहीं है। इसीलिए तो अल्लाह के हबीब मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम क्या इरशाद फरमा रहे हैं, अना मदीनतुल इल्मी व अलीयुन बाबुहा, मैं इल्म का शहर हूँ और अली उसका दरवाज़ा है। सिर्फ इतना ही नहीं बल्कि सरकार दो आलम सल्लल्लाहु अलैहि वसल्लम आगे इरशाद फरमा रहे हैं, इन्नमा अना खासिमुन वल्लाहु युती, बेशक अल्लाह देने वाला है और मैं तकसीम करने वाला हूँ। क्या तकसीम करने वाला है? हर चीज़ अल्लाह देने वाला है, हर चीज़ मोहम्मदुर रसूलुल्लाह के ज़रिए ही अल्लाह तकसीम करने वाला है। उसमें अल्लाह ताला इल्म भी अगर किसी को देगा डायरेक्ट अता नहीं करेगा बल्कि सदक़े में मोहम्मदुर रसूलुल्लाह के अता करेगा। अल्लाह का करम है ये इल्म, जो इल्म ज़ाहिर भी अल्लाह हम पर मुकम्मल किया, वो इल्म जो नेमत बातिनी है वो भी अल्लाह जिस पर मुकम्मल किया, उस आका की उम्मत में हम गुनहगारों को पैदा फरमाया है। ബഹുമാനികളെ, ഇൽമ് അറിവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആലിം എന്നുള്ള ആ നാമത്തിന് അർഹനായവൻ അള്ളാഹു തആല മാത്രമാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണ്. ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ ഉള്ളത് ജഹല്, അറിവില്ലായ്മ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ സിഫത്ത് ഇൽമ്, അതിൻ്റെ ഫൈള്, അതിൻ്റെ തജല്ലി ആർക്കെങ്കിലും അള്ളാഹു തആല ലോകത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, അത് അവൻ്റെ അടിമകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതായ, തെരഞ്ഞെടുത്തതായ മഹൽ വ്യക്തിത്വമാ ദാത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊണ്ട് അനുഗ്രഹിച്ചത് അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്ത് ആർക്കൊക്കെ ഇൽമു ലഭിച്ചിട്ടുണ്ടോ, ലഭിക്കുമോ, അതൊക്കെ സംഭവത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഫൈളിനാൽ, അവിടുത്തെ ധർമ്മത്താൽ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലൗഹിൽ നിലകൊള്ളുന്ന ഇൽമുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിൽ നിന്നുള്ള ഭാഗമാണ്. കലമു കൊണ്ട് എഴുതപ്പെട്ടതായ ഇൽമുണ്ടെങ്കിൽ അത് മുഴുവനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിന്റെ ഭാഗമാണ്. ഈ ലോകത്ത് വന്നതായ അംബിയ മുർസലുകൾ, അവരൊക്കെ നൽകപ്പെട്ടതായ, അവരൊക്കെ ലോകത്ത് പ്രബോധനം ചെയ്ത ഏതെല്ലാം ഇൽമുണ്ടോ അതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമാണ്. എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ഉലമാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആരൊക്കെ ഈ ലോകത്ത് വരുന്നോ, അത് ലാഹിറിന്റെ നിഅമത്തിൽപ്പെട്ടതാകട്ടെ, ബാത്തിനിന്റെ നിഅമത്തിൽപ്പെട്ടതാകട്ടെ, ആ നിഅമത്തുകളും ആ അറിവുകളൊക്കെ ലോകത്ത് നൽകപ്പെടുന്നത് അതിന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന മദീനത്തുൽ ഇൽം വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഇൽമിന്റെ കേന്ദ്രം, ഇൽമിന്റെ പട്ടണം ഞാനാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അതിന്റെ കവാടമാണ്, അതിലേക്ക് പ്രവേശിക്കുന്ന അതിന്റെ വാതിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, അവിടുന്ന് പറഞ്ഞു, ഇന്നമാ അന ഖാസിമും വല്ലാഹു യുഅതി, സുനിശ്ചയം ഞാൻ ഓഹരി ചെയ്യുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവരുമാണ്. അല്ലാഹു തആല എന്താണ് നൽകുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഓഹരി ചെയ്യുന്നത്? ലോകത്ത് ആർക്കൊക്കെ എന്ത് കിട്ടുന്നോ അതൊക്കെ സംഭവത്തിൽ നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു നൽകാത്തതായി ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊന്ന് നൽകുന്നോ അത് മുഴുവനും ഓഹരി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് സമ്മാനിക്കുന്ന ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമ്
അതും ഈ ലോകത്തിന് സർവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലൂടെ, അവരുടെ ആ തഖ്സീമിലൂടെ, അവരുടെ ഓഹരിയിലൂടെ മാത്രമാണ് ലോകത്ത് ആർക്കും ആ ഇൽമു ലഭ്യമാകുന്നത്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബാഹ്യമായ നിഅമത്തുകൾ ഏതൊക്കെയുണ്ടോ, അവന്റെ ആന്തരികമായ നിഅമത്തുകൾ ഏതൊക്കെയുണ്ടോ അത് മുഴുവനും നൽകപ്പെടാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തതായ അവന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമുദായത്തിലെ അംഗങ്ങളാകാനുള്ള സൗഭാഗ്യമാണ് സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടുള്ളത്. बुजुर्गों और दोस्तों, जिस नबी पर अल्लाह ताला नेमत ज़ाहिरी व बातिनी दोनों नेमतों को मुकम्मल फरमाया, ऐसे नबी की उम्मत में अल्लाह बिन मांगे हम गुनहगारों को इस उम्मत में पैदा फरमाया है। जब हमको इस उम्मत में अल्लाह ने पैदा किया है, अब हमारी क्या जिम्मेदारी है? हमारी क्या जिम्मेदारी है? जो नेमत को अल्लाह ने अपने हबीब पर मुकम्मल किया, नेमत ज़ाहिरी व बातिनी, हमारी भी जिम्मेदारी है कि वो नेमत ज़ाहिरी व बातिनी को हम हासिल करें। वो नेमत ज़ाहिरी को भी हम हासिल करें, नेमत बातिनी को भी हम हासिल करें। हासिल करके वो नेमतों के हिसाब से, बुजुर्गों उस इल्म के हिसाब से अगर हम अपनी ज़िंदगी को अगर हम ढालेंगे, अगर अल्लाह के मंशा व मर्ज़ी के हिसाब से हम अपनी ज़िंदगी को गुजारेंगे, इंशाअल्लाह हमारी ज़िंदगी से अल्लाह राज़ी हो जाएगा, हमारी ज़िंदगी से अल्लाह के हबीब राज़ी हो जाएंगे और हमारी ज़िंदगी को अल्लाह क़बूल फरमाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാഹിരിയായ ബാഹ്യമായ എല്ലാ നിഅമത്തുകളും ആന്തരികമായ എല്ലാ നിഅമത്തുകളും ആ നിഅമത്തുകളെ മുഴുവൻ ലോകത്തിന് ഓഹരി ചെയ്യാൻ, ലോകത്തിന് സമ്മാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളായി അല്ലാഹു തആല നമ്മളെ കൊണ്ടുവന്നു, നമ്മളെ തെരഞ്ഞെടുത്തു. ഇത്രയും വലിയൊരു സൗഭാഗ്യം, ഇത്രയും വലിയൊരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയപ്പോൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, നമ്മുടെ ബാധ്യത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിച്ചു കൊടുത്ത ആ ലാഹിരിയായ നിഅമത്തുകൾ ഏതൊക്കെയുണ്ടോ ആ നിഅമത്തുകളും ബാത്തിനിയായ ആന്തരികമായ നിഅമത്തുകളായി ഏതൊക്കെയുണ്ടോ ആ നിഅമത്തുകളും അത് സമ്പാദിക്കാനും അത് മനസ്സിലാക്കാനും കരസ്ഥമാക്കാനും നാമൊക്കെ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിന്റെ പരിശ്രമത്തോടൊപ്പം ആ അല്ലാഹുവിന്റെ ഫളിലിനാൽ ഏതൊരു ഉന്നതമായ നിഅമത്ത് നമ്മൾ നേടുന്നോ ആ നേടിയതായ ബാഹ്യമായ നിഅമത്തുകളാകട്ടെ ആന്തരികമായ നിഅമത്തുകളാകട്ടെ ആ നിഅമത്തുകൾ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിതം നയിക്കുകയും അതനുസരിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും. അവന്റെ റിളാ, അവന്റെ തൃപ്തി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ജീവിതം കൊണ്ട് സന്തോഷിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ്. बुजुर्गो, जब हमको ये नेमत अल्लाह ताला बिन मांगे रसूलुल्लाह के सदक़े में जब अता किया है, हमको चाहिए कि दोनों नेमतों को हम हासिल करें, ये दोनों नेमतों को हम हासिल करें। अब अल्लाह के फजल व करम से सनद मिली है, जितने भी उलमा हैं, इसके अलावा जितने भी उलमा हैं सिर्फ इल्म ज़ाहिर पर इक्तिफा न करे, बुजुर्गों इल्म बातिन को भी हासिल करने की कोशिश करे, इल्म बातिन को भी हासिल करने की कोशिश करे। इल्म ज़ाहिर पर हम इक्तिफा करेंगे, याद रखना अल्लाह हमसे राज़ी नहीं होगा। इल्म बातिन को अगर हम हासिल करेंगे इल्म ज़ाहिर के साथ साथ, इंशाअल्लाह हक़ को पाने वाले बंदों की फहरिस्त में अल्लाह हम और आपको शामिल फरमाएगा। अजीज़ दोस्तों और बुजुर्गों, हम और आपको चाहिए कि दोनों नेमतों को हम हासिल करें। ये दोनों नेमतों में से किसी एक नेमत को छोड़कर हम दूसरी नेमत हासिल न करें। बुजुर्गों, दूसरी नेमत को लेकर ये पहली नेमत को छोड़कर हम जिंदगी न गुजारे। दोनों नेमतों को अगर हम हासिल करेंगे अल्लाह हमसे राज़ी हो जाएगा। आज देखे क्या माहौल बन गया है। आज लोग ये समझ रहे हैं इल्म ज़ाहिर को हासिल करके इक्तिफा करके ये समझ रहे हैं कि मैं आलिम बन गया हूँ, मैं आलिम बन गया हूँ। बुजुर्गों, आलिम नहीं बने, अभी तो इब्तिदा है, अभी तो इब्तिदा है। बुजुर्गों, इल्म का एक हिस्सा जो जाहिर से ताल्लुक रखता है उस पे आपको उबूर हासिल हुआ है। वो इल्म का हिस्सा जो बातिन से ताल्लुक रखता है वो कभी ख़त्म होने वाला नहीं है, उसकी तो इब्तिदा यहाँ से शुरू हो रही है।
उसकी तो इब्तदा यहाँ से शुरू हो रही है। इल्म ज़ाहिर एक मौक़ती एक वक्त में मुक़य्यद है, लेकिन इल्म बातिन वक्त में मुक़य्यद नहीं। बुजुर्गों, आपकी मौत जब तक आएगी उस वक्त तक इल्म बातिन चलता रहेगा, हासिल करते रहेंगे, तरक्की करते रहेंगे। सिर्फ इतना ही नहीं बल्कि मर भी जाएंगे तब भी वो इल्म ख़त्म नहीं होगा। वहाँ पर भी अल्लाह अपने हबीब के सदक़े में हम गुनहगारों को अता फरमाएगा। ബഹുമാനികളെ, നമ്മളാരും തന്നെ തേടാതെ ആവശ്യപ്പെടാതെ ഈ രണ്ട് നിഅമത്തുകളെ കൊണ്ടും അനുഗ്രഹിച്ച ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായികളായി അല്ലാഹു തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒന്നിൽ മാത്രം മതിയാക്കി മറ്റൊന്നിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവം ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. നാം ഒരേ സമയം ലാഹിരിയായ ഇൽമ്, ബാഹ്യമായ കൽപ്പനകളെ പൂർത്തീകരിക്കാൻ ആവശ്യമായ അറിവ് അതും നമ്മൾ സമ്പാദിച്ചെടുക്കണം. നമ്മുടെ ആന്തരികത്തെ നന്നാക്കി അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച് മുന്നേറാൻ ആവശ്യമായ ബാത്തിനിയായ ഇൽമ്, ആന്തരികമായ ഇൽമ് ഇതും നാം സമ്പാദിക്കണം. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടി മുന്നേറിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ തൃപ്തിയെ യഥാർത്ഥ എത്തിച്ചവരായി നമ്മൾ മാറുകയുള്ളൂ, ഹക്കിനെ പ്രാപിച്ചവരായി നമ്മൾ മാറുകയുള്ളൂ. അതല്ലാതെ കേവലം ബാഹ്യമായ അറിവുകൾ, ലാഹിരിയായ ഇൽമ് മാത്രം പഠിച്ച് മനസ്സിലാക്കി അതിന്റെ സനത് കരസ്ഥമാക്കലോടുകൂടി ഞാൻ ആലിമായി, ഞാൻ ഉന്നതനായി, ഞാൻ പൂർത്തീകരിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അതിലൂടെ ഒരിക്കലും അള്ളാഹുവിന്റെ പൂർണ്ണ തൃപ്തിയിലേക്ക് എത്താൻ നമുക്കാർക്കും തന്നെ സാധ്യമാവുകയില്ല. ഇപ്പോൾ ഈ പഠിച്ച് വിരമിച്ചതായ ഈ വിദ്യാർത്ഥികളാകട്ടെ, അതല്ല മറ്റ് ആരൊക്കെ ഇൽമിന്റെ മേഖലയിലൂടെ മുന്നേറുന്നോ ആരൊക്കെയാണെങ്കിൽ നമ്മൾ സർവരും നമ്മളൊക്കെ ചെയ്യേണ്ടത് ബാഹ്യമായ കൽപ്പനകൾ പാലിക്കാൻ ആവശ്യമായ ആ ബാഹ്യമായ ലാഹിറിന്റെ ഇൽമുകൾ ഏതൊക്കെ വിശാലതയോടുകൂടി ഉണ്ടോ അതൊക്കെ സമ്പാദിക്കുന്നതിനോടൊപ്പം അതിൽ മതിയാക്കാതെ അവിടെ കൊണ്ട് നിർത്താതെ നാം അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കും അടുപ്പത്തിലേക്കും നമ്മെ നയിക്കുന്ന ആന്തരികമായ ബാത്തിനിയായ അറിവ് അത് സമ്പാദിക്കുന്ന രംഗത്തും അതുപോലെ തന്നെ അധ്വാനിച്ച് നമ്മൾ മുന്നേറിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഹക്കിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒന്ന് കരസ്ഥമാക്കി മറ്റൊന്ന് നമ്മൾ മാറ്റി നിർത്തിയാൽ ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല. ഇന്ന് പൊതുവെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്താണ്? പൊതുവെ ആളുകളൊക്കെ ബാല്യപ്രായത്തിൽ, കുട്ടിപ്രായത്തില് ദീനിന്റെ ലാഹിരിയായ അഹ്കാമുകളോട് ബന്ധപ്പെട്ട അറിവുകളൊക്കെ പഠിക്കും. അതിന്റെ സനതും സർട്ടിഫിക്കറ്റും കോട്ടും ഒക്കെ കിട്ടിയതോടുകൂടി പിന്നെ ഞാൻ ആലിമായി, ഞാൻ പൂർത്തിയായി, എനിക്ക് എല്ലാം ലഭ്യമായി എന്ന ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. സംഭവത്തിൽ ഇത് ദീനിന്റെ അറിവിന്റെ ഒരു മേഖല മാത്രമാണ് നിങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ സനത് വാങ്ങിയിട്ടുള്ളത്. ഈ മേഖല എന്ന് പറയുന്നത് ഇത് സമയബന്ധിതമായ ഏതാനും കോഴ്സുകൾ അടങ്ങിയതായ ഒരു പഠനം മാത്രമാണ്. അത് നിങ്ങൾ പൂർത്തിയാക്കി അതിലാണ് നിങ്ങൾക്ക് സനത് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഇത് മാത്രമല്ല, ദീനിന്റെ ഇൽമിന്റെ മറ്റൊരു ഭാഗം, വിശാലമായ ഒരു ഭാഗം, അത് ഇങ്ങനെ സ്ഥലകാല പരിധിയിൽ ഒതുങ്ങാത്ത മുത്തലക്കായ എന്നെന്നും നിലകൊള്ളുന്ന ഒരിക്കലും അവസാനിക്കാത്തതായ നിരന്തരമായ പഠനവും പ്രവർത്തനവും അനിവാര്യമായ ഒരു ഇൽമിന്റെ മേഖല കൂടിയുണ്ട്. ആ മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവരായെങ്കിൽ യഥാർത്ഥ ഇൽമിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അവിടേക്ക് എത്താനുള്ള അടിത്തറയാണ് ഈ പാകിയിട്ടുള്ളത്. ഈ അടിത്തറ പൂർത്തിയായതോടുകൂടി ഇനി ഇവിടെ മുതലാണ് നമുക്ക് നമ്മുടെ ബാത്തിനെ, നമ്മുടെ ആന്തരികത്തെ നന്നാക്കാനുള്ള ഇൽമിന്റെ മേഖലയിലൂടെ നമുക്ക് മുന്നേറാനുള്ളത്. ആ ഇൽമിന്റെ മേഖലയിലൂടെ നമ്മുടെ മുന്നേറ്റം അത് മരണം വരെ അവസാനിക്കുകയില്ല, മരണം വരെ അത് തുടരേണ്ടതാണ്. മരിച്ചു കഴിഞ്ഞാലും ശേഷമുള്ള ജീവിതത്തിലും ആ ഇൽമിന്റെ പഠനവും ആ പഠനത്തിലൂടെ ലഭിക്കുന്നതായ ദറജകളുടെ നിരന്തരമായ പരമ്പരയും അത് അവസാനിക്കുകയില്ല. അത് എന്നെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നതായ ഒരു ഇൽമിന്റെ പരമ്പരയും അതിലൂടെ ലഭിക്കുന്ന ദറജകളുമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ये नेमत ज़ाहिरी व बातिनी, ये नेमत को, ये इल्म को हम मामूली दौलत न समझे। ये आला नेमत व दौलत अल्लाह ताला हम गुनहगारों को अपने हबीब के सदक़े में अता किया है। बुजुर्गों, आज हमको इसका एहसास नहीं है, आज हमको इसकी कदर नहीं है। बुजुर्गों, आज हमारी ये सोच, हमारी ये फिक्र बन चुकी है, अगर हम असरी तालीम हासिल करेंगे, दुनियावी तालीम हासिल करेंगे तो दुनिया हमें मिलेगी, हमको दुनिया में तरक्की मिलेगी, आला मुकाम व मर्तबा मिलेगा। दीन की तालीम हासिल करने से क्या मिलेगा? अगर मकाम भी मिलेगा तो यही मकाम रहेगा कि हमारी मस्जिद के इमाम, महल्ले के इमाम, महल्ले के खाजी,
यही अहमियत, यही मकाम, ये मर्तबा। बुजुर्गों, आज हमारे अंदर से ये इल्म, ये नेमत, ये दौलत का एहसास, कदर कीमत हमारे अंदर से जाने की वजह से कैफियत आज हमारे अंदर नजर आ रही है। देखो, जिसके पास इल्म की कदर थी, इल्म का मामला, मकाम और मर्तबे को समझते थे, वो अल्लाह के महबूब बंदों का क्या मामला है। हजरत अली उल मुर्तज़ा रज़ी अल्लाह ताला अन्हु कौन है? मुहम्मदुर रसूलुल्लाह। जिस इल्म के शहर है, अली उसके दरवाजे हैं। हजरत अली रज़ी अल्लाह ताला अन्हु क्या इरशाद फरमा रहे हैं, क्या इरशाद फरमाते हैं? अशार है हजरत अली रज़ी अल्लाह ताला अन्हु के। आप ये इरशाद फरमा रहे हैं, अल्लाह के फैसले पर मैं राजी हूँ, अल्लाह के फैसले पर मैं राजी हूँ, मैं खुशकिस्मत हूँ अल्लाह के फैसले पर, खुशकिस्मत हूँ मैं अल्लाह के फैसले पर। अल्लाह ताला हम जैसे लोगों को, अल्लाह ताला हम जैसे लोगों को अल्लाह ताला इल्म की आला दौलत से नवाजा है, इल्म की आला दौलत से नवाजा है। और वो लोगों को जिनको अल्लाह नापसंद करता है, अल्लाह ताला उनको दुनिया की दौलत से नवाजा है। बुजुर्गों, देखो हमारे और उनके नजरिया कितना तब्दील है, जमीन और आसमान का फर्क है। आज हमको दौलत की अहमियत, लेकिन वो सहाबा के नजदीक दौलत की अहमियत नहीं, इल्म की अहमियत, जो नेमत ज़ाहिरी व नेमत बातिनी अल्लाह ताला अपने हबीब के सदक़े में एक उम्मत को अता किया है। बुजुर्गों, उसका मकाम और मर्तबा उनको मालूम है। हमको भी चाहिए कि जो औलिया जो इल्म की अहमियत को समझे, वो इल्म की अहमियत को समझते हुए सिर्फ इल्म ज़ाहिर पर हम इक्तफा न करे, बल्कि इल्म बातिन को भी अगर हम हासिल करेंगे तो इंशाअल्लाह हमारा इल्म ज़ाहिर हासिल करना भी कामयाब हो जाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ൽ കൊണ്ട് അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി ഇൽമിൻ്റെ, അറിവിൻ്റെ ഏതൊരു ഉന്നതമായ സമ്പത്ത് അല്ലാഹു തആല നമുക്ക് സമ്മാനിക്കുന്നു, നമുക്ക് നൽകുന്നു, ഈ സമ്പത്തിനെ ഒരു സാധാരണ ചില്ലറയായ വസ്തുതയായി നമ്മൾ മനസ്സിലാക്കരുത്. ഇതൊരു സാധാരണ സ്വത്തായി നമ്മൾ മനസ്സിലാക്കരുത്. ഇതിൻ്റെ വില എത്രയാണ്, ഇത് എത്രമാത്രം കനം കൽപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ കനമുള്ള സമ്പത്തുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇൽമിൻ്റെ സമ്പത്താണ്. വാഹിരിയായ ഇൽമാകട്ടെ, ബാത്തിനിയായ ഇൽമാകട്ടെ, ആന്തരികമായ ഇൽമാകട്ടെ, ബാഹ്യമായ ഇൽമാകട്ടെ, ഈ ഇൽമുകൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനവും മഹത്വവും ഉള്ളത്. ഇന്ന് നമ്മുടെയൊക്കെ നിലപാട് എന്താണ്? നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് ദുനിയാവിലെ സ്ഥാനവും മഹത്വവും സമ്പത്തും സ്ഥാനവും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഭൗതികമായ വിദ്യാഭ്യാസം, ഭൗതികമായ അറിവ്, ദുനിയവിയായ അറിവ്, ഈ കാലഘട്ടത്തിനനുസരിച്ച മറ്റുള്ള അറിവുകൾ ഇത് സമ്പാദിച്ചെങ്കിൽ മാത്രമേ ഉന്നതനായി മാറുള്ളൂ. അപ്പോഴേ കയ്യിൽ പണവും സ്വത്തൊക്കെ വരുള്ളൂ. അതാണ് വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കി അതിലാണ് ആളുകളൊക്കെ, നമ്മളൊക്കെ പൊതുവെ അഭിമാനം കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, ഈ ഇൽമിന്റെ കാര്യമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഈ ഉന്നതമായ നിഅമത്ത്, ദീനിന്റെ ഈ നിഅമത്ത്, അത് മനസ്സിലാക്കിയാൽ അതിലൂടെ എന്താണ് ലഭിക്കുക? ഏറി വന്നാൽ നമ്മളെ പള്ളിയിൽ ഇമാമാകാൻ പറ്റും, നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഖാദിയായി നിലകൊള്ളാം. അതുകൊണ്ട് എന്ത് സ്ഥാനമാണ്, എന്ത് മഹത്വമാണ്, നമുക്ക് എന്ത് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് പൊതുവെ ജനങ്ങളുള്ളത്. എന്നാൽ ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമു കൊണ്ട് ഏതൊരുത്തരെ അല്ലാഹു തആല പ്രത്യേകമാക്കിയോ, ഇൽമിന്റെ മഹത്വവും സ്ഥാനവും ഏതൊരാളുകൾക്ക് അല്ലാഹു തആല മനസ്സിലാക്കി കൊടുത്തോ, അവരുടെ കാഴ്ചപ്പാട് ഈ നിലക്കായിരുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മഹാനവറുകളെ കുറിച്ച്, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ കവാടം ബഹുമാനപ്പെട്ട അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ഒരു കവിതയിലൂടെ പറയുകയാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ, അള്ളാഹുവിന്റെ ഓഹരിയിൽ ഞങ്ങൾ സംതൃപ്തരാണ്, അള്ളാഹു ചെയ്ത ഓഹരിയിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഓഹരി ചെയ്തപ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് നൽകിയത് ഉന്നതമായ ഇൽമിന്റെ സമ്പത്ത് കൊണ്ടാണ് നമ്മളെ അള്ളാഹു തആല അനുഗ്രഹിച്ചത്. എന്നാൽ അള്ളാഹു തആല ഇഷ്ടപ്പെടാത്ത, അള്ളാഹു തആലയുടെ അടുക്കൽ ഒന്നും അറിയാത്തതായ മറ്റുള്ള ആളുകളെയാണ് അള്ളാഹു തആല പണത്തിനും സമ്പത്തിനും വേണ്ടി തെരഞ്ഞെടുത്തത്. ആ സ്ഥാനത്ത് ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഇൽമിന്റെ ആ ഉന്നതമായ നിഅമത്തിന് വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ക്രമത്തിൽ ഈ ഇൽമിന് മഹത്വം കൽപ്പിച്ച മഹാന്മാരുടെ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൽമിനെ സാധാരണ ഒരു ഇൽമായി നാം മനസ്സിലാക്കരുത്. ലാഹിർ ശരീഅത്തിന്റെ ഇൽമാകട്ടെ അള്ളാഹിന്റെ അടുക്കൽ വളരെ മഹത്വമുള്ള അറിവാണ്. അതോടൊപ്പം ബാത്തിനിയായ ആന്തരികമായ അറിവാകട്ടെ അതും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തിന് അർഹമായ ഇൽമാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നാം
അഭിമാനിക്കേണ്ടത്, നാം സന്തോഷിക്കേണ്ടത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ചതായ ഈ നിഅമത്തിന്റെ പേരിലാണ്. ആ നിഅമത്തിന്റെ ബാഹ്യമായ അറിവുകൾ, ലാഹിറിന്റെ ഇൽമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നാം മതിയാക്കരുത്. നാം അതിലപ്പുറം ബാത്തിനിയായ അറിവിന്റെ മേഖലയിലൂടെ നാം മുന്നേറുമ്പോൾ നാം ഈ പഠിച്ചതായ ബാഹ്യമായ അറിവുകൾ കൂടി നമുക്ക് ഫലപ്രദമാകും, നമുക്ക് പ്രയോജനപ്പെടുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. बुजुर्गों, आज तो हजारों लाखों लोग इल्म हासिल कर रहे हैं। जामियात की कमी नहीं है, मदारिस की कमी नहीं है, यूनिवर्सिटी की कमी नहीं है। इल्म ज़ाहिर को हासिल करने के लिए कई मकामात मौजूद है, कई सहूलियात अल्लाह ने रखा है अपने हबीब के सदक़े में। लेकिन अफसोस की बात, इल्म तो हासिल कर रहे हैं, तरबियत हासिल नहीं कर रहे हैं। उसके साथ तरबियत को छोड़कर इल्म हासिल किया जा रहा है। बुजुर्गों, तरबियत को हासिल करना ज़रूरी है। तरबियत कोई उस्ताद नहीं, बल्कि अल्लाह के महबूब बंदे, अल्लाह वाले की सोहबत में बैठकर इल्म के साथ अगर तरबियत हासिल करेंगे, खुदा की इज्जत की कसम, अल्लाह नूर अला नूर कर देगा, नूर अला नूर कर देगा। आज क्या मामला है, आज तरबियत न होने की वजह से आज क्या कैफियत है, आलिम तो बन गए हैं बुजुर्गों, वो इल्म हजम न होने की वजह से यजूज और ला यजूज के फतवे, बुजुर्गों खुद पर भी फतवा, गैरों पर भी फतवा, अपनों पर भी फतवा, दूसरों पर भी फतवा, हर किसी को काफिर और मुशरिक बनाया जा रहा है, हर किसी को मुर्तद बनाया जा रहा है बुजुर्गों, हर किसी को मुल्हिद बनाया जा रहा है बुजुर्गों। इस्लाम इस वजह से नहीं आया दूसरों के ऊपर नुक्ता चीनी करने के लिए। अल्लाह ताला जो नेमत हमको दिया है, ये दूसरों के ऊपर उंगली उठाने के लिए नहीं, बल्कि खुद का मुहासिबा के लिए अल्लाह ने ये नेमत अता किया है। खुद के मुहासिबे के लिए अल्लाह ने ये दौलत अता किया है। देखो, जो तरबियत याफ्ता अल्लाह के महबूब बंदे रहते हैं, जो इल्म ज़ाहिर के साथ इक्तफा नहीं करते, जो तरबियत को अहमियत देते हैं, क्या मामला है उनका, क्या कैफियत है उनकी। बुजुर्गों, जितने भी अल्लाह के महबूब बंदों का अगर हम तफसील को उठा कर देखें, जितने भी आइम्मा की ज़िंदगियों को उठा कर देखें, मैं अल्लाह वालों की ज़िंदगी को बयान नहीं कर रहा हूँ, मैं सिर्फ सूफिया की ज़िंदगी को मैं बयान नहीं कर रहा हूँ। जो उलमा है, जो दौर हाजिर में दुनिया में जिसका चर्चा है, वो उलमा का तज़किरा हो रहा है, वो इल्म ज़ाहिर के साथ साथ तरबियत को भी हासिल किए हैं, तरबियत को भी हासिल किए। देखिए इमाम शाफ़ई रहमतुल्लाह अलैह को, देखिए हज़रत इमाम आज़म अबू हनीफा को, देखिए हज़रत इमाम हम्बल रहमतुल्लाह अलैह को, देखिए हज़रत इमाम मालिक को, देखिए इमाम गज़ाली को। बुजुर्गों, जितने भी अल्लाह के बंदे हैं जो इल्म को हासिल करने के लिए अपने औक़ात को लगाए हैं, इल्म ज़ाहिर के साथ वो इक्तफ़ा नहीं किए, बल्कि अल्लाह वालों की तरबियत को वो हासिल किए। जब वो तरबियत हासिल किए, अल्लाह ने क्या मुकाम व मर्तबा अता नहीं किया। आज क्या मामला है, आज तरबियत के बगैर मार्केट में निकल गए हैं बुजुर्गों, तरबियत के बगैर लोगों के बीच में उतर गए हैं बुजुर्गों। इल्म हासिल करने के साथ साथ तरबियत भी लेना ज़रूरी है, तरबियत भी लेना ज़रूरी है। देखे, मेरे वालिद, मेरे शेख हमेशा इरशाद फरमाते थे, मेरे दादा इरशाद फरमाते थे, क्या इरशाद फरमा, आज उम्मत मुस्लिमा दो लोगों के फ़िरक़ों से आज तबाह हो रही है, तबाह हो रही है। एक गैर तरबियत याफ्ता आलिम और दूसरा जाहिल पीर, ये दो जनों के फ़िरक़ों की वजह से आज उम्मत मुस्लिमा बर्बाद हो रही है, तबाह हो रही है, झगड़ों फितनों फसादों में पड़ रही है। क्यों? तरबियत नहीं है बुजुर्गों, इल्म तो हासिल कर लिया है, तरबियत नहीं है। खुद के ऊपर भी फतवा, दूसरों के ऊपर भी फतवा, जोड़ने के बजाय टूटता जा रहा है मामला, टूटता जा रहा है। और जो तरबियत नहीं है, वैसा आलिम से फितना हो रहा है। दूसरा जो क्या है, जाहिल पीर, जाहिल पीर, जाहिल पीर, जाहिल पीर की वजह से। बाप तो अल्लाह का महबूब बंदा था, अल्लाह वाला था, इल्म ज़ाहिर व बातिन दोनों से वाकिफ़ था, अल्लाह के बंदों को अल्लाह का क़ुर्ब वस्ल तक पहुँचाता। लेकिन जब विसाल हो गया, अब मुरीदीन मोतक़ीदीन उसके बेटे को, जो जाहिल है, जो इल्म से वाकिफ़ ही नहीं है, उसको बिठा दिया, आप हमारे जानशीन, आप तरबियत करिए, उसको कुछ नहीं मालूम है। वो इंसान से भी आज उम्मत मुस्लिमा बर्बाद हो रही है। अल्लाह ताला इसको समझने की हमें तौफ़ीक़ अता फ़रमाए। ബഹുമാനികളെ, ഇൽമിൻ്റെ കേന്ദ്രങ്ങൾക്ക് ഇന്ന് യാതൊരു കുറവുമില്ല. ധാരാളം ഉലമാക്കൾ, ആലിമീങ്ങൾ ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു.
ജാമിയകളാകട്ടെ, മദ്രസകളാകട്ടെ, യൂണിവേഴ്സിറ്റികളാകട്ടെ, ഇങ്ങനെ പല കേന്ദ്രങ്ങളിലൂടെയും ഇൽമിന്റെ അഹിലുകാര്, ഇൽമിന്റെ വക്താക്കള് ലോകത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. ലോകത്ത് എവിടെയും ഇൽമിന്റെ വക്താക്കളുണ്ട്, പക്ഷേ പിന്നെ കുറവ് എവിടെയാണുള്ളത്? ആലിമ് പഠിച്ചവരുണ്ട്, പക്ഷേ പഠിച്ചതിന്റെ ശരിയായ തർബിയത്ത്, പരിശീലനം ലഭിച്ചവരില്ല. പരിശീലന മേഖലയിൽ പരാജയപ്പെട്ടവരാണ് സർവ്വരും നമുക്ക് കാണുന്നത്. ഇൽമിന്റെ പഠിക്കേണ്ട കാലത്ത് പഠിച്ചു, അത് പൂർത്തീകരിച്ചു, അതിന്റെ സനദും വാങ്ങി, അതോടുകൂടി താൻ ആലിമാണെന്ന് മനസ്സിലാക്കി ഈ പഠിച്ചതായ ഇൽമൊന്നും തന്നെ ശരിയായി ഇയാൾക്ക് ദഹിച്ചിട്ടില്ല. അതിന്റെ പേരിൽ തന്നെ ഇയാൾ പിന്നെ സ്വയത്തെ നന്നാക്കാൻ വേണ്ടി, സ്വയത്തെ ശരിയാക്കാൻ വേണ്ടി പഠിച്ചതായ ഈ അറിവിലൂടെ സ്വയത്തെ ശരിയാക്കുന്നതിന് പകരം, സ്വയത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഈ ഇൽമിലൂടെ മറ്റുള്ളവരെ ഉന്നം വെക്കുകയും അയാൾ പഴച്ചവനാണ്, ഇയാൾ പഴച്ചവനാണ്, ഇയാൾ കാഫിറാണ്, മറ്റാൾ പഴച്ചവനാണ്, ഇയാൾ മുർത്തദ്ദാണ്, ഇങ്ങനെ മറ്റുള്ള പുറത്തുള്ളവരെയും ഇയാൾ കാഫിറാക്കി, സ്വന്തക്കാരെയും ഇയാൾ കാഫിറാക്കി, എല്ലാവരെയും പിഴച്ചവരായി മാറ്റാൻ മാത്രമുള്ള ഒരു ആയുധമായി ഇൽമിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തില് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയല്ല ഈ ഇൽമ് നൽകപ്പെട്ടിട്ടുള്ളത്. ഈ ഇൽമ് നൽകപ്പെട്ടത് സ്വയത്തിന്റെ പോരായ്മകളെ മനസ്സിലാക്കി അതിനെ വിചാരണ ചെയ്ത് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ഇൽമ് നൽകപ്പെട്ടിട്ടുള്ളത്. ആ ഇൽമിലൂടെ സ്വയത്തെ നന്നാക്കുന്നതിന് പകരം, സ്വയത്തെ ആത്മപരിശോധന ചെയ്യുന്നതിന് പകരം, മറ്റുള്ളവരെ കുറ്റക്കാരായി ജനങ്ങളെ പരസ്പരം അടുപ്പിക്കുന്നതിന് പകരം അകറ്റാൻ വേണ്ടി ആ ഇൽമിനെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ജനങ്ങൾ കൂപ്പുകുത്തി പോയിട്ടുണ്ടെങ്കിൽ, ഉലമാക്കൾ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇൽമില്ലാത്തതിന്റെ കുറവല്ല, ഇൽമിനോടൊപ്പം ഉണ്ടാകേണ്ട തർബിയത്ത് നേടിയില്ല. തർബിയത്ത് എന്ന് പറയുന്നത് അത് ഉസ്താദിൽ നിന്ന് അല്ലെങ്കിൽ കിതാബിൽ നിന്ന് നേടേണ്ട ഒരു കാര്യമല്ല. തർബിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവിടെ സഹവാസത്തിൽ ഇരുന്നു കൊണ്ട്, അവിടെ നോട്ടത്തിലൂടെ, അവിടെ പ്രാർത്ഥനയിലൂടെ, അവരുടെ ദുആയിലൂടെ നേടിയെടുക്കേണ്ടതായ ഉന്നതമായ ഒരു അവസ്ഥയാണ്. അവരുടെ തർബിയത്തിലൂടെ, സുഹബത്തിലൂടെ നേടേണ്ട ഒന്നാണ് തർബിയത്ത് എന്ന് പറയുന്നത്. ആ തർബിയത്ത് കേവലം ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ബാഹ്യമായ വിധികൾ മാത്രം പഠിപ്പിച്ചു തരുന്ന ഉസ്താദന്മാരിലൂടെ ലഭ്യമാകണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും തന്നെ സാധ്യമാവുകയില്ല. നിങ്ങൾ നോക്കുക, നമ്മൾ തുടക്കം മുതൽ ഈ കാലം വരെ വന്നതായ ഉന്നതന്മാരായ അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാര്, ഉലമാക്കള്, ഇമാമിയങ്ങള്, അവരുടെയൊക്കെ ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഞാൻ ചർച്ചയാക്കുന്നത് സൂഫികളായി അറിയപ്പെട്ട മഹാന്മാരുടെ ചരിത്രമല്ല പറയുന്നത്. ഇന്നും ലോകം മുഴുവനും ലാഹിറിന്റെ ഉലമാക്കളായും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരായ സ്ഥാനമുള്ള മഹത്തുക്കളായും അംഗീകരിക്കുന്ന ഇമാമിയങ്ങൾ, ആ ഇമാമിയങ്ങളുടെ ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ബാഹ്യമായ ലാഹിറിന്റെ അറിവ് പഠിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം അതുകൊണ്ട് അവർ മതിയാക്കിയില്ല. അതിനുശേഷം തർബിയത്തിന് വേണ്ടി, അവരെ വളർത്താൻ വേണ്ടി ഒരു ശൈഖിനെ കണ്ടെത്തുകയും അവരുടെ സഹവാസത്തിലൂടെ സ്വയത്തെ അവർ നന്നാക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നോക്കുക, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ നോക്കുക, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഉന്നതരായ ലോകത്ത് അറിയപ്പെട്ട ഇമാമിയങ്ങള്, മഹാന്മാര്, അവരൊന്നും തന്നെ ലാഹിറിന്റെ ഇൽമു കൊണ്ട് മതിയാക്കിയവരല്ല. ആ ലാഹിരിയായ ഇൽമിനോടൊപ്പം ആന്തരികമായ ഇൽമും തർബിയത്തും അവർ നേടിക്കൊണ്ട് അതിലൂടെയാണ് ഇന്ന് ലോകത്തിന്റെ ഇമാമിങ്ങളായി അവരൊക്കെ നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഈ വസ്തുതയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ എപ്രകാരം എന്റെ പിതാവ് ബഹുമാനപ്പെട്ട ശൈഖുന സാധാരണ പറയുമായിരുന്നു. എന്റെ ഉപ്പാപ്പ ശൈഖ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് അവരും പറയുന്നത് നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മുസ്ലിം ഉമ്മത്ത് അവർക്ക് സംഭവിച്ചതായ ഈ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാര് രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന് ഗൈർ തർബിയത്ത് യാഫ്ത ഉലമ എന്ന് പറഞ്ഞാൽ തർബിയത്ത് ലഭിക്കാത്തതായ ഉലമാക്കൾ, തർബിയത്ത് കിട്ടാത്തതായ ആലിമീങ്ങൾ. രണ്ടാമത്തത് ജാഹിൽ പീർ, അറിവില്ലാത്ത ശൈഖന്മാര്. ഇവർ രണ്ടാളെ കൊണ്ടാണ് ഈ സമുദായം ഇന്ന് ആകെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയായിരുന്നു. ഒന്നാമത്തെ ആളുകള് ഇൽമിന്റെ ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്, ആലിമാണ്, ഫാദിലാണ്, കാമിലാണ്, മുഫ്തിയാണെന്നൊക്കെ സനദൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഇൽമിനെ സ്വയത്തിൽ പ്രാവർത്തികമാക്കാൻ, അതിന്റെ അനന്തര ഗുണങ്ങൾ എത്തിക്കാൻ, അതിനപ്പുറം ആവശ്യമായ തർബിയത്ത് ഇത് നേടാൻ സന്നദ്ധനായില്ല. മറിച്ച് ആ ഇൽമിന്റെ വാക്കുകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ജായിസാണ്, ഇത് ജായിസല്ല, ഇത് ഹറാമാണ്, ഇത് ഹറാമല്ല, ഇന്നാള് കാഫിറാണ്, മറ്റാൾ പിഴച്ചവനാണ്, ഇവൻ മുർത്തദ്ദാണ്, ഇവൻ മുൽഹിദാണ്, ഇവൻ ദീനിൽ നിന്ന് പിഴച്ചു പോയവനാണ്, ഇങ്ങനെ ജനങ്ങളെയൊക്കെ പരസ്പരം അകറ്റുന്ന, സ്നേഹബന്ധം ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതായി മാറിയിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്?
അവർ തെർബിയത്ത് കരസ്ഥമാക്കിയില്ല. അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരോട് സഹവസിച്ചുകൊണ്ട് ആ ഇൽമിന്റെ പ്രായോഗികത എന്താണ്, അതിനെ തന്നിൽ വസിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ രീതി എന്താണ്, ഇതൊന്നും പഠിക്കാൻ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അപകടകരമായ അവസ്ഥ സംജാതമായത്. രണ്ടാമത്തെ വിഭാഗം ജാഹിൽ പീർ, അറിവില്ലാത്ത ശൈഖന്മാർ എന്ന് പറഞ്ഞാൽ വാപ്പ നല്ല ശൈഖായിരുന്നു, ലാഹിറിന്റെ ഇൽമിലും അഗ്രഗണ്യനായിരുന്നു, ബാത്തിന്റെ ഇൽമും നന്നായി അറിയുന്നവരായിരുന്നു. അവർ ജനങ്ങളെ സമുദ്ധരിച്ചു, ഉന്നതരാക്കി, ആ മേഖലയുടെ സുലൂക്ക് ചെയ്യിപ്പിച്ചു, ആ മുന്നേറിയതായ മശായിഖന്മാർ. പക്ഷേ അവർ ഈ ലോകത്ത് യാത്ര പറഞ്ഞു പോയി. അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ പിന്നെ ഞാൻ സ്ഥാനത്ത് ആ കസാലയിരുത്താൻ ആൾ വേണം. അവരെ മുരീദന്മാരൊക്കെ കൂടിയിട്ട് ഇയാളുടെ മക്കളിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് ഇനി ഷെയ്ഖിന്റെ സജ്ജാദങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ചിരുത്തി. ഇയാളാണെങ്കിലോ ഷെയ്ഖിന്റെ ജീവിതകാലത്തിൽ ഷെയ്ഖിന്റെ ഉപ്പാന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് ലാഹിറിന്റെ ഇൽമും പഠിച്ചില്ല, ബാത്തിലിന്റെ ഇൽമും പഠിച്ചില്ല. ഇത് രണ്ടും പഠിക്കാത്ത ഈ ജാഹിലായ ഷെയ്ഖാണ് ജനങ്ങളെ ഇന്ന് പരാജയത്തിലേക്ക്, നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ നേതാവായ നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ നാം ഉന്നതന്മാരായ ഔലിയാക്കളായ മഹാന്മാര് അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആരൊക്കെ ഇൽമിന്റെ വക്താക്കളാണോ ആ ഇൽമ് പഠിച്ചതുകൊണ്ട് മതിയാക്കാതെ അതിന്റെ തെർബിയത്ത് നേടി മുന്നേറുകയും അതോടൊപ്പം ലാഹിറിന്റെ ഇൽമിനോടൊപ്പം ബാത്തിനിയായ ഇൽമും കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറുൻ അലാ നൂറാണ്, പ്രകാശത്തിന്റെ മേൽ പ്രകാശം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. बुजुर्गों और दोस्तों, इल्म अल्हम्दुलिल्लाह, सनद अल्हम्दुलिल्लाह मिल गई है, तरबियत अभी नहीं मिली अजीज दोस्त। बुजुर्गों, ये तो इल्म ज़ाहिर की सनद है। बुजुर्गों, तरबियत कब मिलेगी? इल्म ज़ाहिर वालों से तरबियत नहीं मिलेगी, बल्कि इल्म बातिन के रखने वाले अल्लाह वालों से तरबियत हमको मिलेगी, अल्लाह वालों से हमको तरबियत मिलेगी। अब तरबियत हमको हासिल करना है तो अल्लाह वालों की तरफ रुख करना हमको हमारे लिए ज़रूरी है। अल्लाह का करम है, ये महफिल में कोई गैर नहीं है, अल्हम्दुलिल्लाह। सब अहले तरीक़, सब अल्लाह वालों के दामनों से अल्लाह हमको वाबस्ता किया है, उनकी सोहबत खिदमत की अल्लाह हमें तौफीक अता किया है। बुजुर्गों, हम अपनी तरबियत करवाने की अगर हम कोशिश करेंगे, तरबियत करवा लेंगे तो इंशाअल्लाह अल्लाह हमारी ज़िंदगी को अपने हबीब के सदक़े में कबूल फरमाएगा। बुजुर्गों, इल्म ज़ाहिर अल्लाह वाले इस्तिलाहात में, उनकी इस्तिलाह एक है, उनकी इस्तिलाहात में बयान करते हैं, इल्म सफीना देने वालों से इल्म ज़ाहिर तो मिल जाएगा, बुजुर्गों तरबियत नहीं मिलेगी। इल्म सफीना देने वालों से तरबियत नहीं मिलेगी, इल्म सीना देने वालों से तरबियत हमको मिलेगी। इल्म सीना देने वालों से अल्लाह ताला हमको तरबियत अता करेगा। सीना कौन? अल्लाह वाले इरशाद फरमाए, सिर्र मौला मुस्तफ़ा लाए हैं, खास का सीना बसीना पाएं। जो सीना बसीना जो इल्म देते हैं वही अल्लाह वाले तरबियत दे सकते हैं, वही अल्लाह के महबूब बंदे तरबियत दे सकते हैं। उनकी तरबियत का अंदाज अगर हम देखेंगे, किसी को एक लम्हे में वो तरबियत से भी फायज कर सकते हैं, किसी को सालों साल बिठा कर तरबियत भी ले सकते हैं। अल्लाह ताला हम सबों को तरबियत याफ्ता उलमा बनने की तौफीक अता फरमाए। ബഹുമാനികളെ, ഇൽമ് ലാഹിർ ഒരാൾ പൂർത്തിയാക്കിയാൽ അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല, അതോടൊപ്പം തെർബിയത്ത് കരസ്ഥമാക്കണം, ബാത്തിന്റെ ഇൽമിന്റെ മേഖലയിലൂടെ മുന്നേറണം. ഈ തെർബിയത്ത് ലഭിക്കാൻ ലാഹിറിന്റെ ഇൽമു പഠിപ്പിച്ചവരാരോ അവരിൽ നിന്ന് തെർബിയത്ത് ലഭ്യമാവുകയില്ല. തെർബിയത്ത് ബാത്തിനിന്റെ ഇൽമിന്റെ അഹ്ലുകാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാര് അവരുടെ സഹവാസം സ്വീകരിച്ചുകൊണ്ടാകണം നമ്മൾ തെർബിയത്ത് നേടേണ്ടത്. അപ്പോൾ മാത്രമേ ഈ ഇൽമിനോടൊപ്പം അതിന്റെ പ്രായോഗികത കൂടി മനസ്സിലാക്കിയവരായി നമ്മൾ മാറുകയുള്ളൂ. അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാര് അവരുടേതായ പല സാങ്കേതിക പ്രയോഗങ്ങളുമുണ്ട്. അവരുടെ സാങ്കേതിക പ്രയോഗത്തിൽപ്പെട്ട ഒരു പ്രയോഗമാണ് നിങ്ങൾ ഇൽമെ സഫീനയിലൂടെ ലഭിക്കുന്ന ഇൽമ്. അത് ലാഹിറിന്റെ ഇൽമ് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഉസ്താദന്മാരിൽ നിന്ന്. അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത ഫضലാണ്. ആ ഇൽമും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ, അതിന്റെ സനദും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മതിയാക്കാൻ പാടില്ല. തെർബിയത്തിന് വേണ്ടി നിങ്ങൾ ഇൽമെ സഫീനയിൽ നിന്ന് മറികടന്ന് ഇൽമെ സീനയുമായി നിങ്ങൾ ബന്ധപ്പെടണം. എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് പകരുന്ന ഇൽമുമായി നമ്മൾ ബന്ധപ്പെടണം. എന്താണ് ഈ ഇൽമെ സീന? ഈ നെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് പകരുന്ന ഇൽമ് സിർറെ മൗല മുസ്തഫ ലായ ഹെ, ഖാസ് ഗാ സീനാ ബസീനാ പായ ഹെ. അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ സിർറ് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിന് സമ്മാനിച്ചത്. അവരിൽ നിന്ന് പ്രത്യേകക്കാരായ ആളുകൾ നെഞ്ചുകളിൽ നിന്ന് നെഞ്ചിലേക്ക് പകർന്നുകൊണ്ട് ലോകത്ത് പരത്തിയിരിക്കുകയാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മൾ ആരും തന്നെ അന്യരല്ല. നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട് അള്ളാഹുവിന്റെ അഹ്ലുകാരുമായി ബന്ധമുള്ളവരാണ്, സിൽസിലയുമായി ബന്ധമുള്ളവരാണ്. നമ്മളൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാഹിറിന്റെ ഇൽമു നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ മതിയാക്കാൻ പാടില്ല. മറിച്ച് അതോടൊപ്പം നമ്മൾ ഇൽമിന്റെ ആ ദാഹം നിലനിർത്തിക്കൊണ്ട് ബാത്തിനിന്റെ മേഖലയിലൂടെ മുന്നേറി അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരോട് സഹവസിച്ചുകൊണ്ട് നമ്മുടെ നെഞ്ചിനെ പ്രകാശിപ്പിക്കാൻ അനിവാര്യമായ അറിവിലൂടെ നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. അങ്ങനെ നാം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും ലഭ്യമായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണ്. बुजुर्गों, इल्म हासिल कर लेंगे, तरबियत हम हासिल नहीं करेंगे. याद रखना, जब तक हम तरबियत को हासिल नहीं करेंगे, याद रखना उस वक्त तक हमको ना अल्लाह का खुर्ब मिलेगा ना वस्ल मिलेगा. खुर्ब मिलेगा ना वस्ल मिलेगा. बुजुर्गों, तरबियत जिस आन हमको मिलेगी, अल्लाह ताला उसी वक्त तमाम पर्दों को उठाएगा, तमाम पर्दों को उठाएगा. अल्लाह वाले हमें क्या बतलाते हैं? जो तरबियत हासिल नहीं करता वो ये आलिम जो अपने सिर्फ जिस्म को पाक कर सकता है, जिस्म को पाक कर सकता है, लेकिन तरबियत याफ्ता कोई अल्लाह का बंदा वो अपने जिस्म को भी क्या, अपने क़ल्ब और रूह को भी पाक कर सकता है, क़ल्ब और रूह को भी पाक कर सकता है. इल्म ज़ाहिर से आप बुजुर्गों, इल्म ज़ाहिर से आप नमाज के अहकाम का पता लगा सकते हैं, लेकिन इल्म बातिन से अल्लाह आपको क्या नेमत अता करता है, इसमें आपको नमाज के अहकाम मालूम होते हैं, किस तरह अदा करना हमको मालूम होता है. मुसल्ले तक इल्म ज़ाहिर आपको लाकर खड़ा करता है, लेकिन इल्म बातिन और तरबियत का ये कमाल है कि जब बंदा मुसल्ले पर ठहरता है तो अल्लाह उसको अपना खुर्ब अता करता है. बुजुर्गों, अल्लाह का करीब करता है ये इल्म. बुजुर्गों, ये इल्म को हासिल करना, ये इल्म मामूली इल्म नहीं है. ये इल्म हमारे लिए और आपके लिए, हर किसी के लिए ज़रूरी है, हर किसी के लिए ज़रूरी है. क्यों ज़रूरी है? क्योंकि ये इल्म को अल्लाह ताला अपने हबीब के ऊपर मुकम्मल किया है. जब हबीब के ऊपर मुकम्मल किया है तो हम उस हबीब के ग़ुलाम है या नहीं है? अगर है तो हमको भी चाहिए कि हम भी हासिल करें, हम भी हासिल करें. इल्म ज़ाहिर से आपको नमाज के अहकाम पता चलेंगे, नमाज किस तरह करना हमको पता चलेगा, क्या हमको पढ़ना हमको मालूम होगा. लेकिन इल्म बातिन से बंदा जब नमाज में ठहरता है तो अल्लाह से मुनाजात का एक रास्ता उसके लिए खुल जाता है, अल्लाह से बातचीत का एक रास्ता खुल जाता है. इल्म ज़ाहिर आपको नमाज में ठहरना सिखाता है, सजदा करना सिखाता है, लेकिन इल्म बातिन आपको परवरदिगार के ख़दमों में सजदा करना सिखाता है, क़दमों में सजदा करना सिखाता है. इल्म बातिन आपको मस्जिद की मेराज तो करवा सकता है, इल्म ज़ाहिर मस्जिद की तो मेराज करवा सकता है, लेकिन रब की मेराज नहीं करवा सकता. इल्म बातिन रब की मेराज करवाता है. ये इल्म बातिन, इस इल्म को हासिल करो जो तरबियत अल्लाह वाले अपनी सोहबत में बिठा कर देते हैं. अल्लाह के फजल व करम से हम सब तालिब इल्म हैं. सिर्फ यही तालिब इल्म नहीं, हम भी तालिब इल्म हैं अल्हम्दुलिल्लाह. और इंशाअल्लाह ये उम्मीद है हमारी मौत तक हम तालिब इल्म रहेंगे, मौत तक हम तालिब इल्म रहेंगे. जब हम मर जाएंगे, खबर में पहुंच जाएंगे, हमारी आरज़ू तमन्ना है कि हम भी वहाँ पर भी तालिब इल्म रहे, हम वहाँ पर भी तालिब इल्म रहे. क्योंकि हमारी आरज़ू तमन्ना ये ख्वाहिश है, यहाँ पर हमको ये सूरतों से इल्म मिल रहा है, वहाँ पर मोहम्मदुर रसूलुल्लाह से इल्म मिले, वहाँ पर हमारे शयूख से हमें इल्म मिले. बुजुर्गों, हमारी आरज़ू तमन्ना है. बुजुर्गों, हम तालिब इल्म भी है, सिर्फ इल्म के तालिब नहीं बल्कि मौला के भी तालिब हैं, हम रब्बुल आलमीन के भी तालिब है. बुजुर्गों, हम मालिक कायनात के भी रब बुजुर्गों तालिब है, हम अपने परवरदिगार के भी तालिब है. सिर्फ इतना ही नहीं बल्कि हम मालिक व मौला के तालिब है. अगर हम उसकी तलब में अगर हम अपनी ज़िंदगी को आगे बढ़ाएंगे, ये दोनों नेमतों को हम हासिल करेंगे, इंशाअल्लाह हमारी तलब को अल्लाह ज़ाय नहीं करेगा, बल्कि अल्लाह ताला हमको हमारी तलब से सिवा अपने हबीब के सदक़े में अता फरमाएगा. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാർ അവരുടെ തർബീയത്തിന് നാം നമ്മളെ വിധേയമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ നിമിഷങ്ങളെ കൊണ്ട് ഉന്നതിയിലേക്ക് എത്തിച്ചു എന്ന് വരാം. എന്നാൽ ചിലപ്പോൾ അവർ നമ്മളെ ഘട്ടം ഘട്ടമായി കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉന്നതിയിലേക്ക് നയിച്ചു എന്നും വരാം. ചുരുക്കത്തിൽ തർബീയത്തിന്റെ മേഖലയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാര്, ഔലിയാക്കള്,
ബാത്തിനെ ശുദ്ധീകരിച്ച മഹാന്മാർ, ബാത്തിൻ്റെ മേഖലയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഔലിയാക്കള്, അവരുടെ സഹവാസത്തിലൂടെ മാത്രമേ നമുക്ക് ഈ തർബിയത്ത് നേടാൻ സാധ്യമാവുകയുള്ളൂ. നാം കേവലം ഇൽമു പഠിച്ച് പൂർത്തിയാക്കി, പക്ഷേ തർബിയത്ത് നേടിയില്ല എങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഖുർബിലേക്കോ അള്ളാഹുവിന്റെ വസലിലേക്കോ എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല. അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ വസല്, ഈ ഉന്നതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു തആല നമുക്ക് സമ്മാനിച്ച ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിന് ഈ തർബിയത്തിലൂടെ മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നാം അഹ്കാമിന്റെ വിധിവിലക്കുകളുടെ അറിവുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ നമുക്ക് സാധ്യമാകും. എന്നാൽ അതോടൊപ്പം നമ്മൾ ബാത്തിനിന്റെ ആന്തരികമായ അറിവുകൾ പഠിക്കുന്ന മേഖലയിലൂടെ മുന്നേറി തർബിയത്ത് കരസ്ഥമാക്കിയാൽ ഈ ശരീരത്തെ ശുദ്ധിയാക്കിയതിനോടൊപ്പം ഖൽബും റൂഹും ശുദ്ധമായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ്. ഈ ഖൽബിനെയും റൂഹിനെയും ഹൃദയത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് ബാഹ്യമായ ലാഹിറിന്റെ അറിവ് കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല. അതിന് തർബിയത്തിന്റെ വഴിയിലൂടെ നമ്മൾ മുന്നേറേണ്ടതായി വരും. നമ്മൾ ലാഹിറിന്റെ ബാഹ്യമായ വിധിവിലക്കുകളാണ് പഠിച്ചതെങ്കിൽ അതിന്റെ പേരില് പള്ളിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും, പള്ളിയിലെ മുസല്ലയിൽ വന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല. അതോടൊപ്പം നമ്മള് ബാത്തിനിന്റെ അറിവുകൾ, ആന്തരികമായ അറിവുകൾ മനസ്സിലാക്കുന്ന തർബിയത്ത് കൂടി നേടിയിട്ടുണ്ടെങ്കിൽ നാം ഏതൊരു സമയം അള്ളാഹിന്റെ മുമ്പിൽ പള്ളിയിൽ വന്നു നിന്നോ അള്ളാഹിന്റെ മുമ്പിൽ ഹാജരാകാനും അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കും അവന്റെ ഖുർബിലേക്കും എത്താൻ നമുക്ക് സാധ്യമാകുന്നതാണ്. നമ്മൾ അഹ്കാമിന്റെ അറിവുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂവെങ്കിൽ അല്ലാഹു തആല കൽപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച വാക്കുകളും ദുആകളൊക്കെ ആ നിസ്കാരത്തിൽ ചൊല്ലാൻ നമുക്ക് സാധ്യമാകും. ആ അർക്കാനുകളൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ സാധ്യമാകും. എന്നാൽ അതോടൊപ്പം നമ്മൾ തർബിയത്ത് കൂടി നേടിയിട്ടുണ്ടെങ്കിൽ അതേസമയം അള്ളാഹുവിനോട് സ്വകാര്യം പറയാൻ, മുനാജാത്ത് ചെയ്യാൻ സൗഭാഗ്യമുള്ളവരായി അല്ലാഹു തആല നമ്മളെ മാറ്റുന്നതാണ്. നമ്മള് അഥവാ ലാഹിറിന്റെ അറിവുകൾ പഠിച്ചു, അഹ്കാമിന്റെ അറിവുകൾ പഠിച്ചു. ആ അഹ്കാമിന്റെ അറിവ് നമ്മളെ നിസ്കാരത്തിൽ റുക്കൂഉം സുജൂദും ചെയ്യുന്നവരാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം നമ്മളെ ബാത്തിനിന്റെ അറിവുകൾ മനസ്സിലാക്കി ആ മേഖലയിലൂടെ നമ്മൾ തർബിയത്ത് കരസ്ഥമാക്കി മുന്നേറിയവരാണെങ്കിൽ ഏതൊരു സമയത്ത് നമ്മൾ ഭൂമിയിൽ മുസല്ലയിൽ സുജൂദ് ചെയ്യുന്നു, അതേസമയം റബ്ബിന്റെ ഖദമുകളിൽ സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മൾക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുന്നതാണ്. ഈ ബാഹ്യമായ അറിവുകളിൽ മാത്രം നമ്മൾ മതിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പള്ളി വരെയുള്ള ഒരു മിഅ്റാജ് നമുക്ക് ലഭിച്ചേക്കാം. പക്ഷേ ബാത്തിനിയായ ആന്തരികമായ തർബിയത്ത് കൂടാതെ അല്ലാഹുവിലേക്കുള്ള ഒരു മിഅ്റാജ് ഒരിക്കലും തന്നെ നമുക്ക് സാധ്യമാവുകയില്ല. ആ മിഅ്റാജ് കൊണ്ട് അനുഗ്രഹീതരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാത്തിനിയായ അറിവുകളും നേടിയേ മതിയാവുകയുള്ളൂ. ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ൽ കൊണ്ട് ഈ ഇൽമുകൾ കരസ്ഥമാക്കുന്ന മേഖലയിലൂടെയാണ് അല്ലാഹു തആല നാമയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിരുദം നേടിയതായ ഇവര് മാത്രമല്ല ഇൽമിന്റെ താലിബീങ്ങൾ, ഇവർ മാത്രമല്ല ഇൽമിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്, നമ്മളൊക്കെ വിദ്യ തേടുന്നവരാണ്. നമ്മൾ മരണം വരെ വിദ്യ, അറിവ് തേടുന്ന വിദ്യാർത്ഥികളാണ്. മരിച്ചാൽ എന്നല്ല, മരിക്കുന്നത് വരെ എന്നല്ല, മരിച്ചതിന് ശേഷവും നമുക്കുള്ള കൊതി, നമുക്കുള്ള ആഗ്രഹം ആ ഖബറിലെത്തിയാലും ശേഷമുള്ള ഹസ്റിന്റെ ജീവിതത്തിലും അവിടെയും നമ്മൾ വിദ്യാർത്ഥികളായി വിദ്യ നുകരുന്ന താലിബ ഇൽമുകളായി നമ്മൾ നിലകൊള്ളണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉസ്താദന്മാരിൽ നിന്ന്, ഈ മശായിഖന്മാരിൽ നിന്നാണ് നമ്മൾ ഇൽമു നുകർന്നതെങ്കിൽ ആ ലോകത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവിടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമു നുകർന്നെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ഉന്നതന്മാരായ മശായിഖന്മാർ, ആ മശായിഖന്മാരിൽ നിന്ന് ഇൽമു പകർന്നെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും ഈ ഇൽമിന്റെ തേട്ടത്തിലായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിർത്തേണ്ടത്. നമ്മൾ ഇൽമിന്റെ തേട്ടത്തിൽ വിദ്യാർത്ഥികൾ എന്നല്ല, ഇൽമിനെ തേടുന്നവർ എന്ന് മാത്രമല്ല, ഇൽമിനെ തേടുന്നവരപ്പുറം അല്ലാഹു തആല മൗലയെ തേടുന്നവരായി അല്ലാഹു തആല നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമ്മളെ റബ്ബിനെ തേടുന്നവരായി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ മാലിക്കുൽ മുൽക്കായ അല്ലാഹുവിനെ, ആ അല്ലാഹുവിന്റെ തേട്ടത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെ നമ്മൾ മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായ നിഅമത്തുകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയതിനോടൊപ്പം അല്ലാഹു അവന്റെ ദർശനം കൊണ്ടും അവന്റെ സാമീപ്യം കൊണ്ടും അവന്റെ വിസാലിന്റെ ഉന്നതമായ നിഅമത്ത് കൊണ്ടും അല്ലാഹു തആല സാധുക്കളായ നാം ഏവരെയും അനുഗ്രഹിക്കുന്നതാണ്. उन्वान तो बहुत है, वक़्त कम है। इंशाअल्लाह अल्लाह कभी मौका दे तो फिर हम कुछ सुनेंगे अल्लाह का हौल क़ुव्वत से, सदक़े में रसूलुल्लाह के।
वक़्त को मलहूज़ रखते हुए मैं अपनी बात को मुख्तसर कर रहा हूँ। अब आगे इंशाअल्लाह कुछ दिन में रमज़ान भी आने वाला है। अल्लाह ताला से हम सबों की दुआ है कि वो महीना के सही इस्तक़बाल करने की हम गुनहगारों को तौफ़ीक़ अता फ़रमाए, ईमान और एहतिसाब के साथ रमज़ान को पूरा गुजारने की तौफ़ीक़ अता फ़रमाए, सही क़दर करने वाले लोगों की फ़हरिस्त में हमारा नाम शामिल फ़रमाए। सिर्फ़ इतना ही नहीं बल्कि हमारे नाक़िस सियाम को, क़ियाम को, तिलावत को, हर वो अमल को अपने हबीब के सदक़े में क़बूल फ़रमाए। സമയം കൂടുതലായതുകൊണ്ട് തൽക്കാലം ചുരുക്കുകയാണ്. വിഷയങ്ങൾ ഇനിയും ധാരാളം ഇങ്ങനെ നമ്മൾക്ക് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അവസരങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. സമയത്തിൻ്റെ ദൈർഘ്യം മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം ഇവിടെ ചുരുക്കുകയാണ്. ഇനി അടുത്ത് തന്നെ ഇതാ പരിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. എല്ലാ നിലക്കും അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെടുത്തുന്ന നിലക്ക് ഈ റമദാനെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധ പൊരുത്തവും തൃപ്തിയും റമദാനിൽ സമ്പാദിച്ചെടുക്കാൻ, റമദാനിൻ്റെ എല്ലാവിധ ഫൈദുകളെ കൊണ്ടും അനുഗ്രഹീതമായിക്കൊണ്ട് റമദാനിനെ പ്രാപിക്കാൻ അള്ളാഹു തആല സാധുക്കളായ നമുക്ക് എവർക്കും അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. വിജാഹി സയ്യിദനാ മുസ്തഫ മുഹമ്മദ്. हम आखिरी गुजारिश यही है कि इल्म ज़ाहिर के साथ साथ इल्म बातिन को भी हम हासिल करें, इल्म बातिन को भी हम हासिल करें। उलमा रब्बानियीन, औलिया अल्लाह और अफ़ा फ़कीरों की सोहबत में बैठकर तरबियत अगर हम हासिल करेंगे इंशाअल्लाह अल्लाह ताला उसके एवज़ में हमसे राज़ी हो जाएगा। हमारी दुनिया व आखिरत को अल्लाह ताला अपने हबीब के सदक़े में कामयाब करेगा। कल बरोज़ महशर रसूलुल्लाह के साए तले हमें जमा होने की तौफ़ीक़ अता फ़रमाएगा। सिर्फ़ इतना ही नहीं बल्कि जन्नत में भी अल्लाह इन्हीं अल्लाह के महबूब बंदों के साथ दाखिल होने की तौफ़ीक़ अता फ़रमाएगा। അവസാനമായി നിങ്ങളോടൊക്കെ അപേക്ഷിക്കാനുള്ളത്, നമ്മളൊക്കെ ശരീഅത്തിൻ്റെ വിധിവിലക്കുകളോട് ബന്ധപ്പെട്ട അറിവുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ബാത്തിനിൻ്റെ ആന്തരികമായ ശുദ്ധിക്ക് ആവശ്യമായ അറിവുകളുടെ വഴിയിലൂടെയും നമ്മൾ മുന്നേറുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അതിൽ നിന്ന് ആരും തന്നെ നമ്മൾ വിട്ടു നിൽക്കാൻ പാടില്ല. കാരണം ഈ രണ്ട് നിഅമത്ത് കൊണ്ടും അള്ളാഹു അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിച്ചു. റസൂലുള്ളാഹിൻ്റെ മേൽ അള്ളാഹു തആല രണ്ട് നിഅമത്തും പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിൻ്റെ എളിയ ദാസന്മാരാണ്. നമ്മൾക്ക് എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഈ രണ്ട് നിഅമത്തുകളും നമ്മൾ കരസ്ഥമാക്കി മുന്നേറുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. നാളെ ഖിയാമത്ത് നാൾ ഒരുമിച്ച് കൂടുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണലിൽ അള്ളാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടും. നാളെ ഖിയാമത്ത് നാൾ അതിലപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഈ മഹാന്മാരായ മശായിഖന്മാർ, ഔലിയാക്കൾ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും അള്ളാഹു തആല നമുക്ക് അവസരം നൽകുന്നതാണ്. അള്ളാഹു തആല तौफीक जियत। ऐ अल्लाह तेरे फजल करम का वास्ता, तेरे अफूर दरगुज़र का वास्ता, सदक़े में रसूलुल्लाह के जमी अम्बिया सहाबा अहले बैत जमी औलिया अल्लाह बिलखुसूस हुज़ूर गौसुल आज़म के ख्वाजा आज़म के जमी पीरान इज़ाम, पीरान सलासिल, पीर नूरी व पीर आरिफ के वसीले से अल्लाह हम सबों की तू कामिल मग़फ़िरत फ़रमा। ऐ अल्लाह हम सबों की तू कामिल मग़फ़िरत फ़रमा। ऐ अल्लाह हमारे जिस्मी, क़ल्बी, रूही, सिर्री तमाम गुनाहों को तो माफ़ फ़रमा। ऐ अल्लाह तू हमसे राज़ी हो जा, हमारे क़ुलूब में तेरी मोहब्बत, तेरे हबीब की मोहब्बत, तेरे महबूबीन की मोहब्बत अता फ़रमा। ऐ अल्लाह हमारे क़ुलूब से दुनिया की मोहब्बत को निकाल दे। ऐ अल्लाह ये तेरे घर में जितने भी तेरे बंदे हाज़िर हुए हैं जो नहीं आ सके, ऐ अल्लाह किसी को अपने महबूबीन के फैज़ान से महरूम न फ़रमा। यहाँ पर जितने भी हाज़िर हुए इस महफ़िल की बरकत से, सदक़े में रसूलुल्लाह के, तेरे महबूबीन के वसीले से, ऐ अल्लाह जितने भी अहले सिलसिला है सबों की गफ़लत को दूर फरमा, सबों की गफ़लत को दूर फरमा, सबों की गफ़लत को दूर फरमा, सबों को तेरे ज़ाकिरीन बंदों की फ़हरिस्त में शामिल फरमा। हर वक्त तेरी याद में, तेरी आफ़त में, तेरे ज़िक्र व शुक्र में ज़िंदगी गुजारने की तौफ़ीक़ अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह इस जामिया को ऐ अल्लाह आबाद रख। ऐ अल्लाह इस जामिया को ऐ अल्लाह आबाद रख। ऐ अल्लाह इस जामिया को आबाद रख। ऐ अल्लाह ये तेरे महबूबीन का लगाया हुआ चमन है, ऐ अल्लाह तो इसकी हिफाजत फरमा। ऐ अल्लाह इस जामिया को, इस इदारे को हर हासिद के हसद से, अशरार के शर से, मुनाफिकों के निफाक से, हुकूमत के बेजा ख़वानीन से ऐ अल्लाह इसकी हिफाजत फरमा। ऐ अल्लाह इसके बानी को ऐ अल्लाह उनकी हिफाजत फरमा, कामिल सेहत व आफ़ियत व तंदुरुस्ती अता फरमा। बिजाहि सय्यिदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम।